ബഹുമാനപ്പെട്ട മലങ്കര ക്രിസ്ത്യൻ ചർച്ചിലെ വിശ്വാസികളെ, നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരു കാര്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് മലങ്കര ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ഒരു ഗ്രൂപ്പിൽ പ്രത്യക്ഷമായ ഒരു സന്ദേശം, അതിപ്രകാരമാണ്. ഞാനതൊന്ന് വായിക്കാം. ദൈവനാമത്തിന് മഹത്വം. മലങ്കര ക്രിസ്ത്യൻ ചർച്ചിലെ എല്ലാ ദേവദാസന്മാരുടെയും ദൈവജനത്തിൻ്റെയും പ്രത്യേക ശ്രദ്ധയ്ക്ക്, നമ്മുടെ രാജ്യമൊന്നാകെയുള്ള ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുകയാണല്ലോ. അതിൽ എന്യൂമറേറ്റേഴ്സ് റിലീജിയൻ ഓർ മതം ചോദിച്ചാൽ ക്രിസ്ത്യൻ എന്നും, കാസ്റ്റ് ഓർ ജാതി വിഭാഗം ചോദിച്ചാൽ മലങ്കര ക്രിസ്ത്യൻ ചർച്ച് എന്നുമാണ് എഴുതേണ്ടത്. ഈ പേര് നമ്മുടെ യൂണിക് ഐഡൻറ്റിറ്റിയാണ്. അതെവിടെയും പറയുവാൻ നമ്മൾ മടി വിചാരിക്കരുത്. എങ്കിലേ സർക്കാരിൻ്റെ ഓൺലൈൻ സൈറ്റിൽ നമ്മുടെ സഭയുടെ പേര് അടുത്ത ഘട്ടത്തിലെങ്കിലും ചേർക്കപ്പെടുകയുള്ളൂ. കൂടുതൽ ഈ സഭയെക്കുറിച്ച് ചോദിച്ചാൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ ER 183/90 കൊടുക്കാം. ഇനിയും ഏത് വിഭാഗത്തിൽപ്പെടുന്ന സഭയാണ് എന്ന് ചോദിച്ചാൽ മാത്രം പ്രൊട്ടസ്റ്റൻ്റ് ഓർ പെന്തക്കോസ്ത് വിഭാഗം എന്ന് പറയാം എന്ന് MCPF കമ്മിറ്റിക്ക് വേണ്ടി കർത്തൃ ശുശ്രൂഷയിൽ റവറൻ ജോൺ തോമസ്, ഡയറക്ടർ ഇൻചാർജ് MCPF, ഇതാണ് പ്രത്യക്ഷപ്പെട്ട സന്ദേശം. എന്നാൽ ഇതിൽ ചില അപകടങ്ങളും ചില നുണകളും പതിയിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് പ്രധാനമായും ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നാമതായി നമ്മൾ അറിയേണ്ട കാര്യം, 1990 ഓഗസ്റ്റ് മാസം, എനിക്ക് തോന്നുന്നു 3-ാം തീയതിയാണെന്ന് തോന്നുന്നു, യാക്കോബായ സഭയിൽ നിന്ന് രാജിവെച്ച് 5 വൈദികർ വിശ്വാസ സ്നാനമേൽക്കുകയും തുടർന്ന് അവർ ആരംഭിക്കുകയും ചെയ്ത സഭയാണ് മലങ്കര ക്രിസ്ത്യൻ ചർച്ച് എന്നുള്ളത്. ആരംഭകാലത്ത് 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും പിന്നീട് പലരും വന്നു. അതിലൊരാളാണ് വർഗീസ് അച്ഛൻ. ആ വർഗീസ് അച്ഛൻ ഒരു ടീച്ചറായിരുന്നു. അതുപോലെ തന്നെ സമുദായത്തിലെ ഒരു നല്ല വൈദികനായിരുന്നു. അദ്ദേഹം ടീച്ചറായിരുന്നതുകൊണ്ടും ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലും അങ്ങനെ മറ്റു പല കാര്യങ്ങൾക്കും ആയി അദ്ദേഹം അവിടെ പോവുകയും അദ്ദേഹത്തിനുള്ള അവിടുത്തെ പരിചയവും അവിടെയുള്ള പല സ്വാധീനങ്ങളും ഉപയോഗിച്ച് മലങ്കര ക്രിസ്ത്യൻ ചർച്ചിന് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ അദ്ദേഹം പ്രവർത്തിക്കുകയും അതിൻ്റെ ഫലമായി മലങ്കര എന്ന ജാതി പേരിൽ റിലീജിയൻ ക്രിസ്ത്യനും മലങ്കര അതിൻ്റെ കാസ്റ്റും ആയിട്ട് ഗവൺമെൻറ് അംഗീകരിച്ചൊരു സർക്കുലർ ഇറക്കുകയുണ്ടായി. ആ സർക്കുലർ ഇറങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് എല്ലാ സഭകളിലേക്കും അത് വിതരണം ചെയ്യുകയും ആ സർക്കുലർ അനുസരിച്ച് മലങ്കര ക്രിസ്ത്യൻ ചർച്ചിലെ വിശ്വാസികളുടെ റിലീജിയൻ ക്രിസ്ത്യനും കാസ്റ്റ് മലങ്കര എന്നും ആണ് വിഭാവനം ചെയ്തിട്ടുള്ളത്, അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. അന്ന് ഈ സർക്കുലറിൻ്റെ കോപ്പി, അല്ലെങ്കിൽ ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ള ഈ സർക്കുലറിൻ്റെ കോപ്പി നമ്മുടെ വില്ലേജ് ഓഫീസറെ കാണിച്ചാൽ വില്ലേജ് ഓഫീസിൽ നിന്നാണല്ലോ ജാതി സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുമായിരുന്നു. എന്നാൽ പ്രസ്തുത സർട്ടിഫിക്കറ്റുകളെല്ലാം ഓൺലൈനായി ലഭ്യമാക്കിയതോടെ ഓൺലൈനിൽ ഇതിൻ്റെ പേര് ഉണ്ടാകേണ്ടത് ആവശ്യമായി വന്നു. അങ്ങനെ ആ ആവശ്യത്തിലേക്ക് വന്നപ്പോൾ ഈ വിവരം വീണ്ടും സർക്കാരിനെ അറിയിക്കുകയും സർക്കാർ അത്
മറ്റ് ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും IT ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഇത് വീണ്ടും ഫോർവേഡ് ചെയ്യുകയും ഇത് എത്രയും വേഗം ആക്കി കൊടുക്കണം എന്ന് കാണിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം ആവുകയും അതേ സമയത്ത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതാവാതിരിക്കുകയും ചെയ്തു. വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. എൻ്റെ ഇളയ കുഞ്ഞിൻ്റെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ അതിൽ ഞാൻ കോൺഫിഡൻഷ്യലായിട്ടുള്ള ഭാഗങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് ആ ജാതി, മതം എന്നിവ രേഖപ്പെടുത്തിയിരിക്കുന്ന കോളം മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കാണുക. അപ്പോൾ കണ്ടു മനസ്സിലായല്ലോ. ഇത് 2024 10ാം ക്ലാസ്സുകാരുടെ 10ാം ക്ലാസ്സിൽ പഠിച്ചവർക്ക് ലഭ്യമായ സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ഈ 2024 ഇത് ഓൺലൈൻ 2013 മുതൽ മറ്റേ ഓൺലൈൻ ആയതാണ്. 2024 ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ നിർബന്ധമായും വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൽ മലങ്കര എന്നൊരു കാസ്റ്റ് ഉണ്ടായിരിക്കണം. ഇല്ലാതെ അവർക്ക് എഴുതി ചേർക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനൊരു മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ രേഖ അങ്ങനെ ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. എന്നാൽ ഒരു ജാതി സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ ചെല്ലേണ്ടത് വില്ലേജ് ഓഫീസിലാണ്. വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പോൾ അവരുടെ കമ്പ്യൂട്ടറിൽ അവർ നോക്കുമ്പോൾ അവരുടെ സൈറ്റിൽ ഇപ്രകാരമുള്ള യാതൊരു കാര്യങ്ങളുമില്ല. എന്നുവെച്ചാൽ ക്രിസ്ത്യൻ മലങ്കര എന്ന് പറയുന്ന ഒരു കാര്യം മലങ്കര എന്ന് പറയുന്ന ഒരു കാസ്റ്റ് അവരുടെ സൈറ്റിൽ വന്നിട്ടില്ല. ഈ കാര്യം 2021 നടന്ന പൊതുയോഗത്തിൽ അന്നാണ് എൻ്റെ പിതാവ് ഈ സ്ഥാനത്തു നിന്നൊക്കെ മാറി അതിനുശേഷം സാജു വർഗീസ് അച്ഛനെ ഈ ചുമതലയൊക്കെ ഏൽപ്പിച്ച് പിരിയുന്ന കാലഘട്ടമാണ്. ആ അവസാനത്തെ പൊതുയോഗമാണ്. ആ പൊതുയോഗത്തിൽ ഈ കാര്യം ഞാൻ വളരെ ശക്തമായി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഡയറക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ പേര് നിർദ്ദേശിക്കപ്പെട്ട സാജു വർഗീസ് അച്ഛൻ അന്ന് പറഞ്ഞിരുന്നത് അടുത്ത 1 വർഷത്തിനകം ഈ കാര്യത്തിൽ വ്യക്തമായ തീരുമാനമുണ്ടാകും, അതിനുവേണ്ടി എന്തും അവർ ചെയ്യും എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞിട്ട് ഇന്ന് വർഷം എത്രയായി? ഇതിനുശേഷം ഇവരുടെ ഒരു കൗൺസിലിൽ ഞാനും എൻ്റെ ഒരു സ്നേഹിതനും കൂടെ ചെന്ന് ഈ വിഷയത്തെ വീണ്ടും അവരെ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അന്ന് ഞങ്ങൾ ഇവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും വേണ്ടതുപോലെ ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ കാര്യം ഞങ്ങളെ ഏൽപ്പിക്കുക, ഞങ്ങളിത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്ത് നിങ്ങൾക്ക് തരാം, ഞങ്ങൾക്ക് അതിനുള്ളൊരു അനുവാദം നൽകിയാൽ മതി എന്ന് അവരോട് പറഞ്ഞു. ശരി, നിങ്ങൾക്ക് അതിനുള്ള അനുവാദം തരികയാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിട്ടിട്ട് ഇവർ നേരെ പ്ലേറ്റ് തിരിച്ചു. എന്താണ് കാരണം എന്ന് ഇപ്പോഴും അജ്ഞാതമാണ്. ഇവർ വഴിയല്ലാതെ മറ്റൊരു കാര്യങ്ങൾ നടക്കുകയില്ല എന്നോ അല്ലെങ്കിൽ നടന്നാലുണ്ടാകുന്ന ഭവിഷ്യത്തോ എന്തോ ഇവർക്ക് അതിലൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടാവണം ഇത് വീണ്ടും ഞങ്ങളെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞ കാര്യം ഇവർ വീണ്ടും ഈ പറയുന്ന വർഗീസ് അച്ഛൻ്റെ മകൻ ദിലീപ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മൂത്ത മകനെ ഏൽപ്പിച്ചു. അദ്ദേഹം എന്തുദ്ദേശിച്ചാണ് ഏറ്റതെന്നറിയില്ല. ഏതായാലും അദ്ദേഹം ഏറ്റിട്ടും അന്ന് LDFിൻ്റെ ഭരണകാലമാണ്, കഴിഞ്ഞ 10 വർഷക്കാലം. ആ LDFിൻ്റെ ഭരണകാലത്ത് ഇടുക്കിയിൽ നിന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു, അദ്ദേഹം MM മണി ആയിരുന്നു. അപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ എത്രയും വേഗം ചെയ്ത് തരും ആണ് അന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. എന്നിട്ടും ഇപ്പോൾ വർഷം എത്രയായി?
എന്തെങ്കിലും ഒരു കാര്യം ഇവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? മാത്രമല്ല, ഇത് ഒരേ ഓർഡർ, ആ ഓർഡർ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പിലാക്കി, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും അത് നടപ്പിലാക്കിയില്ല. അതാണ് അതിൻ്റെ അകത്ത് വന്ന പ്രശ്നം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഇവർ മെനക്കെടുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇവരാ കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഇവരുടെ ഭാഗത്തു നിന്നും വലിയ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയിക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് സത്യാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെടുകയും എഴുത്തുകൂത്തുകൾ നടത്തുകയും ഒക്കെ ചെയ്തതിൻ്റെ വ്യക്തമായ തെളിവുകളും കാര്യങ്ങളുമെല്ലാം എൻ്റെ പക്കലുണ്ട്. അതിൽ നിന്ന് ലഭ്യമായ അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും വസ്തുനിഷ്ഠമായ തെളിവുകൾ എൻ്റെ പക്കലുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങളുടെ ഹാർഡ് കോപ്പി എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ദി ട്രൂത്ത് എന്ന് പറയുന്നത്. അതിൽ ഞാൻ ഇടുന്നതാണ് 2-3 ദിവസത്തിന് ശേഷം. കൂടാതെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇൻവിറ്റേഷൻ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്തതിന് ശേഷം ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് 2-3 ദിവസം താമസിച്ച് ഇടുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ ലഭ്യമാക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരാം. ഇപ്പോൾ നമ്മുടെ ചർച്ചിൻ്റെ ഉപദേശങ്ങളും ക്രമീകരണങ്ങളും എന്ന പുസ്തകത്തിൽ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, ചിലർ കണ്ടിട്ട് പോലും ഉണ്ടാവുകയില്ല. ഏതായാലും അങ്ങനെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ 13ാമത്തെ ഖണ്ഡിക അല്ലെങ്കിൽ 13ാമത്തെ ആർട്ടിക്കിളായിട്ട് കൊടുത്തിരിക്കുന്നതിലെ 2-3 വരികൾ ഞാൻ നിങ്ങളെന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ്. ഞാനിതിനു മുമ്പും ഈ വരികൾ മറ്റു വീഡിയോയിൽ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് ആവർത്തിക്കുന്നത്. അതിങ്ങനെയാണ്: അതുപോലെ എപ്പിസ്കോപ്പൽ സഭകളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിട്ട് തുടർന്ന് ജീവിക്കാൻ സാധിക്കാത്തവരെയും നിലവിലുള്ള പെന്തക്കോസ്ത് സഭകൾ, ബ്രദറൻ സഭകൾ, ബാപ്റ്റിസ്റ്റ് സഭകൾ ആദിയായവയിൽ ചേരുവാൻ മനസ്സില്ലാത്തവരെയും ഉദ്ദേശിച്ചാണ് മലങ്കര ക്രിസ്തീയ സഭ രൂപവൽക്കരിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് മനസ്സിലായല്ലോ? ഈ പറയുന്ന ഒരു സഭകളിലും ചേരാനോ ലയിക്കാനോ അല്ല മലങ്കര ക്രിസ്ത്യൻ ചർച്ച് രൂപപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു സഭയിലും ചേരാതെയും ലയിക്കാതെയും മുമ്പോട്ട് പോകുന്നതിൻ്റെ ഉദ്ദേശം അപ്രകാരമാണ്. ഞാനീ പറഞ്ഞ പുസ്തകത്തിൻ്റെ 23ാമത്തെ പേജിൽ 13ാമത്തെ ആർട്ടിക്കിളിൽ കൊടുത്തിരിക്കുന്ന കാര്യമാണ് നിങ്ങൾ വായിച്ച് കേൾപ്പിച്ചത്. അപ്പോൾ മലങ്കര ക്രിസ്ത്യൻ ചർച്ച് അതിനൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. അത് ഗവൺമെൻറ് അംഗീകരിച്ച ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് മലങ്കര എന്നാണ്. ആ പേര് നിലനിർത്താൻ ഇവരെ കൊണ്ട് കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം ഞാൻ പിന്നാലെ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം അതുകൊണ്ട് അത് നിലനിർത്താൻ കഴിയാത്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ അവസാനം ഒന്നുകിൽ പ്രൊട്ടസ്റ്റൻ്റ് അല്ലെങ്കിൽ പെന്തക്കോസ്റ്റ് എന്ന് പറയാം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. എന്നാൽ അതിനു മുമ്പായിട്ട് ഇറങ്ങിയ ഒരു സർക്കുലർ, ആ സർക്കുലർ വായിക്കാം. അത് MCPF സർക്കുലർ അല്ല, ഗവൺമെൻറ് സർക്കുലറാണ്. അതിൻ്റെ നമ്പർ ഞാൻ പറയാം. പക്ഷെ അത് നമുക്ക് മലയാളത്തിലൊക്കെ ആയതുകൊണ്ട് അത് സെർച്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കാം. ഒരു പക്ഷേ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നോക്കുക. നമ്പർ 51309 മലയാളത്തിലെ T ആണ്. T2/R/2014/RA.WA. ഇതാണ് നമ്പർ. അപ്പോൾ അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. വിഷയം: റവന്യൂ വകുപ്പ് മുന്നോക്ക വിഭാഗങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച് സൂചനകൾ കുറേ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വാക്കുകളും എന്നൊക്കെ എഴുതിയിട്ടുള്ളത് കൊണ്ട് ഞാൻ ആ സൂചനകളുടെ എന്തൊക്കെയാ സൂചനകളെന്ന് പറയുന്നില്ല. പൊതുവെ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. വില്ലേജ്, താലൂക്ക്, റവന്യൂ ഡിവിഷണൽ ഓഫീസുകളിൽ നിന്നും
വിവിധങ്ങളായ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിൻ്റെ നടപടിക്രമങ്ങൾ ലഘൂകരിച്ചും സാധുതാ കാലയളവ് നിശ്ചയിച്ചും സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനുള്ള അധികാരം പുനഃക്രമീകരിച്ചും സൂചന 1 പ്രകാരം സർക്കാർ ഉത്തരവായിരുന്നു. ഇതിനകത്ത് അല്പം തെളിഞ്ഞു കാണാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. മേൽ ഉത്തരവ് സുഗമമായും കാര്യക്ഷമമായും നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി വില്ലേജ്, താലൂക്ക്, റവന്യൂ ഡിവിഷണൽ ഓഫീസുകളിൽ നിന്നും നൽകുന്ന സർട്ടിഫിക്കറ്റുകളുടെ മാതൃക അപേക്ഷാ ഫോറവും സാക്ഷ്യപത്രവും അടങ്ങുന്ന സ്പഷ്ടീകരണങ്ങളും മാർഗനിർദ്ദേശങ്ങളും സൂചന 2 പ്രകാരം പുറപ്പെടുവിച്ചിരുന്നു. വിവിധ സർക്കാർ സേവനങ്ങൾ ജനങ്ങൾക്ക് സൗകര്യപ്രദമായി വീടിനടുത്തുള്ള പൊതുജന സേവന കേന്ദ്രങ്ങൾ വഴി ബ്രാക്കറ്റിൽ അക്ഷയ സെൻ്ററുകൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന ഡിസ്ട്രിക്റ്റ് പദ്ധതി സംസ്ഥാന വ്യാപകമായി 2013 മാർച്ച് മുതൽ നടപ്പാക്കിയതിനാൽ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, 2013 മാർച്ച് മുതലാണ് ഈ ഓൺലൈൻ സംവിധാനം നിലവിൽ വരുന്നത്. നടപ്പാക്കിയതിനാൽ ഓൺലൈനായി സർട്ടിഫിക്കറ്റ് നൽകുന്നതിനും തുകകൾ സ്വീകരിക്കുന്നതിനും മറ്റും നിയമസാധുത നൽകുന്നതിനായി 2010 കേരള വിവര സാങ്കേതിക വിദ്യ ഇലക്ട്രോണിക് സേവനങ്ങളിലൂടെ വിതരണം ചട്ടങ്ങൾ എന്ന പേരിൽ സൂചന 3 പ്രകാരം ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. ബാക്കി അക്ഷരങ്ങൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് പ്രകാരം പൊതുജന സൗകര്യാർത്ഥം വില്ലേജ്, താലൂക്ക്, റവന്യൂ ഡിവിഷൻ ഓഫീസുകൾക്കൊപ്പം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ജാതി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള 23 ഇനം സർട്ടിഫിക്കറ്റുകൾ നൽകി വരുന്നുണ്ട്. എന്നാൽ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഗ്രാൻഡ് മുഖേന വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നതിന് ജാതി സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളതിനാൽ മേൽപ്പടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച് നിലവിൽ ഉത്തരവുകൾ ഇല്ലാത്തതിനാൽ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർമാർക്ക് ജാതി സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുവാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും ആയത് പൊതുജനങ്ങളുമായി തർക്കത്തിനിട വരുന്നതായും അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യം ലഭിക്കാൻ ഇടവരാത്ത സ്ഥിതിയുമാണുള്ളതെന്നും സൂചന 4 പ്രകാരം പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ അറിയിക്കുകയുണ്ടായി. മുന്നോക്ക വിഭാഗക്കാർക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് പ്രത്യേകമായ സർക്കാർ ഉത്തരവിൻ്റെ ആവശ്യമുള്ളതായി കാണുന്നില്ലെന്നും ഒരു പ്രത്യേക വിഭാഗത്തിലേക്ക് സർക്കാർ ഉത്തരവ് പ്രകാരം എൻലിസ്റ്റ് ചെയ്തിട്ടില്ലാത്ത ഏതൊരു ജാതിയെയും മുന്നോക്ക ജാതിയായി കണക്കാക്കാവുന്നതാണെന്നും ലാൻഡ് റവന്യൂ കമ്മീഷണർ അഭിപ്രായപ്പെടുകയുണ്ടായി. മേൽപ്പടി വിഷയം സർക്കാർ വിശദമായി പരിശോധിക്കുകയുണ്ടായി. കേരള സംസ്ഥാന മുന്നോക്ക സമുദായ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ച് വിവിധങ്ങളായ മുന്നോക്ക വിഭാഗങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ഒരു പ്രത്യേക വിഭാഗത്തിലേക്ക് സർക്കാർ ഉത്തരവ് പ്രകാരം എൻലിസ്റ്റ് ചെയ്തിട്ടില്ലാത്ത ഏതൊരു ജാതിയെയും മുന്നോക്ക ജാതിയായി കണക്കാക്കാവുന്നതും വിശദമായ ഒരു അന്വേഷണം നടത്തി യുക്തമെന്ന് തോന്നുന്ന പക്ഷം ഒരു സത്യവാങ്മൂലം വാങ്ങി ഇഷ്യൂയിങ് അതോറിറ്റിക്ക് സർട്ടിഫിക്കറ്റ് നൽകാവുന്നതുമാണ് എന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നത് പോലെ സംസ്ഥാന ആവശ്യത്തിന് വില്ലേജ് ഓഫീസർക്കും സംസ്ഥാനേതര ആവശ്യങ്ങൾക്ക് തഹസീൽദാർക്കും മുന്നോക്ക വിഭാഗത്തിന് ജാതി സർട്ടിഫിക്കറ്റ് നൽകുവാൻ അധികാരമുണ്ടായിരിക്കുന്നതാണ്. ഡോക്ടർ വിശ്വാസ് മേത്ത, പ്രിൻസിപ്പൽ സെക്രട്ടറി. ഇത് ഏതൊക്കെ വകുപ്പുകളിലേക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് അറിയേണ്ട കാര്യം, മലങ്കര ക്രിസ്ത്യൻ ചർച്ചിലുള്ള ആളുകൾ മുന്നോക്ക വിഭാഗമാണോ പിന്നോക്ക വിഭാഗമാണോ? ഇവിടെ പറയുന്നത് മുന്നോക്ക വിഭാഗത്തിലുള്ളവർക്ക് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നില്ല അതുവരെ. എന്നാൽ പിന്നോക്ക വിഭാഗത്തിന് ലിസ്റ്റുണ്ട്. അപ്പോൾ ആ ലിസ്റ്റിൽ പെടാത്ത എല്ലാവരെയും മുന്നോക്ക വിഭാഗമായിട്ട് പരിഗണിക്കാം എന്നാണ് ഈ സർക്കുലർ പറയുന്നത്. അതനുസരിച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് ഉത്തരവ് ഉള്ളത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മലങ്കര ക്രിസ്ത്യൻ ചർച്ചിന് ലഭിച്ചിട്ടുള്ള ഉത്തരവ് എന്താണെന്നുള്ളത് വായിച്ച് കേൾപ്പിക്കുകയാണ്. ആദ്യം വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വായിക്കാം.
പ്രേക്ഷിതൻ സെക്രട്ടറി, സ്വീകർത്താവ് റവറൻ പൗലോസ് കുന്നുമ്മേൽ, മലങ്കര ക്രിസ്ത്യൻ പ്രയർ ഫെലോഷിപ്പ്, വെള്ളൂർ കുന്നം, PB നമ്പർ 1, മാർക്കറ്റ് PO മൂവാറ്റുപുഴ. പിൻ നമ്പറും കൊടുത്തിട്ടുണ്ട്. സാർ, വിഷയം: മലങ്കര ക്രിസ്ത്യൻ ചർച്ച് സഭാംഗങ്ങളുടെ ഔദ്യോഗിക രേഖകളിൽ ജാതി മതം ചേർക്കുന്നത് സംബന്ധിച്ച് സൂചന താങ്കളുടെ 7/11/2012, 17/12/2012 എന്നീ തീയതികളിലെ കത്തുകൾ. 2. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ 12/8/2013 13/2/13/13.G.2.2.V.WA നമ്പർ അനൗദ്യോഗിക കുറിപ്പ്. സൂചന 1 താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. സ്കൂൾ അഡ്മിഷൻ സമയത്ത് രക്ഷകർത്താവ് സമർപ്പിക്കുന്ന രേഖകളിലെ വിവരങ്ങളാണ് SSLC ബുക്കിൽ രേഖപ്പെടുത്തി നൽകുന്നത്. സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റിൻ്റെ 7ാമത്തെ ഇനമാണ് ജാതിയും മതവും ഉൾപ്പെടുത്തുന്നത്. മതം കഴിഞ്ഞ് ജാതിയുടെ ഭാഗമായി ക്രിസ്ത്യൻ ആണെങ്കിൽ സഭാവിഭാഗമാണ് രേഖപ്പെടുത്തുന്നത്. മലങ്കര ക്രിസ്ത്യൻ സഭാംഗങ്ങളായ വിദ്യാർത്ഥികളുടെ SSLC ബുക്കിൽ ജാതിയും മതവും രേഖപ്പെടുത്തേണ്ട കോളത്തിൽ ക്രിസ്ത്യൻ മലങ്കര എന്ന് നിലവിൽ രേഖപ്പെടുത്തി നൽകുന്നുണ്ട്. ജാതി മതം നൽകുന്ന കോളത്തിൽ ക്രിസ്ത്യൻ ആണ്, മതം ജാതി മലങ്കര എന്നുള്ളതാണ്. SSLC ബുക്കിൽ ക്രിസ്ത്യൻ മലങ്കര എന്ന് ജാതി മതം രേഖപ്പെടുത്തി നൽകുന്ന നിലവിലെ രീതിക്ക് സർക്കാർ നിരോധനമൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ മേൽപ്പറഞ്ഞ നിലവിലുള്ള സ്ഥിതി തുടരേണ്ടതാണ് എന്ന വിവരം അറിയിക്കുന്നു. ഇത് അന്ന് വില്ലേജ് ഓഫീസിൽ കൊണ്ട് കാണിച്ചു കൊടുത്താൽ അവർക്ക് അന്ന് സർട്ടിഫിക്കറ്റ് എഴുതി തരാമായിരുന്നു. എന്നാൽ ഇത് ഓൺലൈനാക്കി കഴിഞ്ഞപ്പോൾ ഈ സംവിധാനം, ഞാൻ നേരത്തെ വായിച്ച സർക്കുലറും പ്രകാരം ഇതെല്ലാം ഓൺലൈനിലേക്ക് വന്നപ്പോൾ ഈ ഓൺലൈനിൽ ഈ പേര് വരണം. അപ്പോൾ അങ്ങനെ ആ ഓൺലൈനിൽ പേര് വന്നത് വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ. എന്നാൽ അതിൻ്റെ ഒരു സർക്കുലറുകളെ കൂടി ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറി ടു റവറൻ പൗലോസ് കുന്നുമ്മേൽ, മലങ്കര ക്രിസ്ത്യൻ ചർച്ച്, വെള്ളൂർ കുന്നം PO, രജിസ്റ്റർ നമ്പർ ER 183/90, വെള്ളൂർ കുന്നം PO, PB നമ്പർ 1, മാർക്കറ്റ് PO മൂവാറ്റുപുഴ. പിൻ നമ്പറും ഉണ്ട്. സാർ, വിഷയം: റവന്യൂ വകുപ്പ് മലങ്കര ക്രിസ്ത്യൻ ചർച്ച് സഭാംഗങ്ങളുടെ ജാതി മതം ചേർക്കുന്നത് സംബന്ധിച്ച് സൂചന താങ്കളുടെ 12/2/2015 നിവേദനം. 2. സർക്കാരിൻ്റെ 3/6/2015 51-350/T2/2014 നമ്പർ സർക്കുലർ പകർപ്പ് ഉള്ളടക്കം ചെയ്യുന്നു. സൂചനകളിലേക്ക് താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. സൂചന 2 സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിൽ ഓൺലൈൻ സംവിധാനം മുഖേന ജാതി സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ മലങ്കര ക്രിസ്ത്യൻ സഭാംഗങ്ങൾക്ക് മേൽ സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിൽ ജാതി രേഖപ്പെടുത്തി നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വിവര സാങ്കേതിക വിദ്യാ വകുപ്പിനോടും ലാൻഡ് റവന്യൂ കമ്മീഷണറോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന വിവരം അറിയിച്ചുകൊള്ളുന്നു. വിശ്വസ്തയോടെ ഗിരിജാകുമാരി G, അണ്ടർ സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് വേണ്ടി. ഇതാണ് നിലവിലുള്ള കാര്യം. അപ്പോൾ നിലവിൽ മലങ്കര എന്ന പേര് IT ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതുപോലെ ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും കൊടുത്തിട്ടുണ്ട്. ഇവരുടെ പേര് അതിനകത്ത് ചേർത്തിരിക്കണം, ഓൺലൈനായിട്ട് ചേർക്കണമെന്ന് കൊടുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾ അറിയിച്ചിരിക്കുന്നത്. അത് ചേരാതെ വന്നതുകൊണ്ടാണ് നമുക്ക് പ്രശ്നമുണ്ടായത്. അതായിരുന്നു അന്വേഷിക്കേണ്ടതും ചേർക്കേണ്ടിയിരുന്നതും. എന്നാൽ ഇവർ ഇതിനിടയ്ക്ക് വേറൊരു വലിയ തമാശ കാണിച്ചു. തമാശ എന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല, ഒരു ആസൂത്രിത നീക്കം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിനിടയ്ക്കൊരു വേറൊരു ജനസംഖ്യാ കണക്കെടുപ്പുണ്ടായി. അതിൻ്റെ പേരാണ് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ. അത് എന്തിനുള്ള കണക്കെടുപ്പായിരുന്നു എന്നൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നീട് ഞാൻ വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. അന്ന് നിങ്ങൾ പൂരിപ്പിച്ചു കൊടുത്ത ആ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് വളരെ വ്യക്തമായി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഒരു മോഡൽ ഞാൻ ഇട്ട് തരാം. അന്ന് ആണ് ഈ തരികിട ഇവരാദ്യം കാണിച്ചു തുടങ്ങിയത്. അന്ന് ശരിക്കും പറഞ്ഞാൽ
എനിക്ക് ഈ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങ് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ പിതാവ് കിടപ്പിലായിരുന്നതുകൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അന്ന് ഉടുമ്പന്നൂർ സഭയിലെ പാസ്റ്ററായിരുന്ന നവീൻ പാസ്റ്റർ ഇങ്ങനെ ഒരു ഫോം വന്നപ്പോൾ എന്നെ അറിയിച്ചിരുന്നു. ഞാനത് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഒരിക്കലും പെന്തക്കോസ്ത് അല്ല, അതുകൊണ്ട് മലങ്കര ക്രിസ്ത്യൻ ചർച്ചെന്ന് മാത്രമാണെങ്കിൽ മാത്രമേ ഞാനത് പൂരിപ്പിച്ചു തരുള്ളൂ. പെന്തക്കോസ്ത് എന്ന പേര് അതിനകത്ത് കണ്ടാൽ ഞാൻ ഒരിക്കലും പൂരിപ്പിച്ച് തരത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ സംഭവം പൂരിപ്പിച്ച് കൊടുത്തില്ല. അപ്പോൾ അതിന് കൂടുതൽ കാര്യങ്ങൾ ഇടപെടാൻ പറ്റിയൊരു സാഹചര്യം എനിക്കില്ലായിരുന്നത് കൊണ്ട് അന്ന് ആ കാര്യത്തിൽ ഇടപെടാൻ പറ്റിയില്ല. വാസ്തവത്തിൽ അന്ന് ചെയ്ത ചതിയാണ് ഇന്ന് ഈ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത്. നിങ്ങളിത് കണ്ടു നോക്കുക. അന്ന് നിങ്ങൾ പൂരിപ്പിച്ചു കൊടുത്ത ഫോമിൻ്റെ ആദ്യ ഭാഗം ഇതാ, ഒന്ന് കണ്ടോളൂ. കണ്ടല്ലോ, അതിൽ ആ ചുമന്ന സ്ക്വയർ ഇട്ട് വെച്ചിരിക്കുന്ന ഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്ന എന്താ? മലങ്കര ക്രിസ്ത്യൻ ചർച്ച് പെന്തക്കോസ്ത് എന്ന്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഈ ജസ്റ്റിസ് JB കോശി കമ്മീഷന് വേണ്ടിയിട്ട് ഈ പരിപാടി ചെയ്തത്? ഒരർത്ഥത്തിൽ പറയാം, ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലൊക്കെ ശരിക്കും ഒരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നു. അതൊന്നും ആരും പറയുന്നില്ലെങ്കിലും ഇവിടുത്തെ ക്രൈസ്തവരുടെ കണക്കെടുപ്പായിരുന്നു അതിനകത്ത് മെയിൻ ലക്ഷ്യം. ഇവിടുത്തെ കേരളത്തിലുള്ള ക്രൈസ്തവരുടെ കണക്കെടുപ്പ്, ഇവർക്ക് ആനുകൂല്യം കൊടുക്കുക എന്നുള്ളതൊന്നും ആയിരുന്നില്ല മെയിൻ ഉദ്ദേശം. ഇതൊക്കെ ഇങ്ങനെ പുറമെ പറഞ്ഞിരുന്നുവെങ്കിലും ഇവരുടെ കണക്കെടുക്കുക. നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ അറിയാം. ഞാനത് അതിൻ്റെ ഹാർഡ് കോപ്പി പിന്നീട് ഇടുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കുമ്പോൾ അറിയാം അതെന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യമെന്ന്. അപ്പോൾ എന്താണെങ്കിലും അന്ന് ഇവർ എഴുതി കൊടുത്ത തെറ്റായ ഒരു കാര്യമാണ് മലങ്കര ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ഐഡൻറ്റിറ്റി. നമുക്കൊരു യൂണിക് ഐഡൻറ്റിറ്റി വേണമെന്നൊക്കെ ഇപ്പം ഡയറക്ടർ ഇൻചാർജ് കിടന്ന് ഗീർവാണം അടിക്കുന്നുണ്ട്. അന്ന് എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം ഉണ്ടാവാതിരുന്നത്? അന്ന് നിങ്ങൾക്ക് എന്തിനാ ഈ ബോധം പോകാത്തത്? ഇത് മലങ്കര ക്രിസ്ത്യൻ ചർച്ചാണെന്നും ഇത് പെന്തക്കോസ്ത് സഭയല്ലെന്നും ഇത് പെന്തക്കോസ്ത് എന്ന് പറയുന്നതല്ല നമ്മുടെ ഗവൺമെൻറ് അംഗീകരിച്ച് നൽകിയിട്ടുള്ളതെന്നും മതം ക്രിസ്ത്യൻ എന്നും ജാതി എന്ന് പറയുമ്പോൾ മലങ്കര എന്നുമാണ് ഗവൺമെൻറ് അംഗീകരിച്ച് നൽകിയത് എന്നിരിക്കെ എന്തിനു വേണ്ടിയിട്ട് ഈ ജസ്റ്റിസ് JB കോശി കമ്മീഷന് തെറ്റായ റിപ്പോർട്ട് നിങ്ങൾ നൽകി? നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ. ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ നിങ്ങൾ എന്തുകൊണ്ട് അതിനകത്ത് പെന്തക്കോസ്ത് എന്ന് എഴുതി കൊടുത്തു? ഈ കാര്യം അന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ട് ഞാൻ ആ കാര്യങ്ങൾ എൻ്റെ അപേക്ഷ കൊടുക്കാൻ പാടില്ല എന്ന് അന്നത്തെ പാസ്റ്ററായിരുന്ന നവീൻ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിരുന്നു. ഇത് തെറ്റായ നടപടിയാണ്. ഇതല്ല നമ്മുടെ ഐഡൻറ്റിറ്റി. നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് മലങ്കര എന്നുള്ളതാണ് എന്ന് അദ്ദേഹത്തോട് അന്ന് ശക്തമായി പറഞ്ഞിരുന്നു. ഞാൻ എൻ്റെ പ്രതിഷേധവും രേഖപ്പെടുത്തി ഞാനത് കൊടുത്തുമില്ല. എന്നിട്ട് ഇപ്പം ഈ വേഷം കെട്ടുമായിട്ട് വന്നിരിക്കുക. അപ്പോൾ ഈ തെറ്റായ വിവരം കൊടുത്തത് കൊണ്ട് എന്ത് പ്രയോജനം അവർക്കുണ്ടായത്? അതുകൊണ്ട് ഉണ്ടായ ഒരു കാര്യം ഞാൻ ഇതുമായിട്ട് നടത്തിയ എഴുത്തുകൂത്തിൽ നിന്ന് ലഭിച്ച ഒരു കാര്യം ഞാനങ്ങ് വായിച്ച് കേൾപ്പിക്കുകയാണ്. ഇത് എനിക്ക് പേഴ്സണലായിട്ട് ലഭിച്ച ഒരു ലെറ്ററാണ്. സർക്കാരിൽ നിന്ന് ലഭിച്ച ലെറ്ററാണ്. അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഇതിനകത്തുണ്ട്. വിഷയം റവന്യൂ വകുപ്പ് ഡിസ്ട്രിക്ട് പോർട്ടലിൽ മലങ്കര എന്ന് ജാതി ചേർക്കുന്നത് സംബന്ധിച്ച് സൂചന, ഒരു 4 സൂചന ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അതിൻ്റെ പേരും നമ്പറും ഒക്കെ പറയാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഞാൻ പിന്നീട് ഹാർഡ് കോപ്പി വേണമെങ്കിൽ ഇട്ട് തരാം. സൂചനയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. മുന്നോക്ക സമുദായങ്ങളുടെ വിശദമായ ലിസ്റ്റ് തയ്യാറാക്കും വരെ, വളരെ ശ്രദ്ധിക്കണം, മുന്നോക്ക സമുദായങ്ങളുടെ വിശദമായ ലിസ്റ്റ് തയ്യാറാക്കും വരെ മുന്നോക്ക വിഭാഗക്കാർക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ഒരു പ്രത്യേക വിഭാഗത്തിലേക്ക് സർക്കാർ ഉത്തരവ് പ്രകാരം എൻലിസ്റ്റ് ചെയ്തിട്ടില്ലാത്ത ഏതൊരു ജാതിയെയും മുന്നോക്ക ജാതിയായി കണക്കാക്കി വിശദമായ അന്വേഷണം നടത്തി യുക്തമെന്ന് തോന്നുന്ന പക്ഷം ഒരു സത്യവാങ്മൂലം വാങ്ങി മുന്നോക്ക വിഭാഗത്തിന് ജാതി സർട്ടിഫിക്കറ്റ് നൽകാവുന്നതാണെന്ന സൂചന 1 സർക്കുലറിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രസ്തുത സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിൽ മലങ്കര ക്രിസ്ത്യൻ സഭാംഗങ്ങൾക്ക് ജാതി രേഖപ്പെടുത്തി
നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വിവരസാങ്കേതിക വിദ്യ ബി വകുപ്പിനോടും ലാൻഡ് റവന്യൂ കമ്മീഷണറും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം സൂചന 2 കത്ത് പ്രകാരം താങ്കൾ അറിയിച്ചിരുന്നു. എന്നാൽ സൂചന 3 ഉത്തരവ് പ്രകാരം സംവരണേതര വിഭാഗങ്ങളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് മുതൽ സംവരണേതര വിഭാഗങ്ങളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് മുതൽ സൂചന 1 സർക്കുലർ അസാധുവായി മാറി. ഇവിടെയാണ് പ്രോബ്ലം. ഇവർ നല്ല സമയത്ത് ഈ സർക്കുലർ അസാധു ആകുന്നതിന് തൊട്ട് മുൻപ് വരെ ഇവർക്ക് എന്തുകൊണ്ട് ഇത് പ്രയോഗത്തിൽ വരുത്താൻ കഴിഞ്ഞില്ല? അതാണ് ചോദ്യം. കൃത്യമായ ഗവൺമെൻറ് ഓർഡർ ഉണ്ടായിട്ടും അത് എന്തുകൊണ്ടാണ് റവന്യൂ വകുപ്പിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഇവർക്ക് സാധിക്കാതെ പോയത്? അതിനുവേണ്ടി ഇവർ പ്രയത്നിക്കാത്തത് എന്തുകൊണ്ട്? ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടായപ്പോൾ എന്നാൽ മുന്നോക്ക വിഭാഗത്തിലെങ്കിലും കയറി കൂടണ്ടായിരുന്നോ? അന്നേരം ഇവർ ചെയ്തതാണ് JB കോശി കമ്മീഷന് വേണ്ടിയിട്ട് അഭ്യാസം കളിക്കാൻ പോയത്. അങ്ങനെ JB കോശി കമ്മീഷന് വേണ്ടിയിട്ട് അഭ്യാസം കളിച്ച് കൊടുത്തത് കൊണ്ട് എന്തു പറ്റി? മലങ്കര ക്രിസ്ത്യൻ ചർച്ച് പെന്തക്കോസ്ത് സഭയാണെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. നമ്മളുടെ വിശ്വാസത്തിനും ക്രമീകരണങ്ങൾക്കും വിരോധമായി ഇവർ പ്രവർത്തിക്കുകയും ഇത്തരത്തിലുള്ള കാപട്യത്തിലൂടെ ജനങ്ങളെ കളിയാക്കുകയും വഞ്ചിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ സത്യമാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഗവൺമെൻറ് നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ജാതി മലങ്കരയാണ്. മലങ്കര, ആ മലങ്കര എന്നും ക്രിസ്ത്യൻ എന്നുള്ള നമ്മുടെ റിലീജിയനും ഇത് വളരെ കൃത്യമായി ഞാൻ തെളിയിച്ചു കഴിഞ്ഞു. ഇതിനു മുമ്പുള്ള 2024 10ാം ക്ലാസ്സിലെ കുട്ടിയുടെ ജാതി മതവും രേഖപ്പെടുത്തുന്ന കോളത്തിൽ ക്രിസ്ത്യൻ മലങ്കര എന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എഴുതി വന്നിട്ടുള്ളത് നിങ്ങൾ കാണിച്ചില്ലേ? അന്ന് ഓൺലൈൻ സംവിധാനം 2013 നടപ്പായതല്ലേ? ഓൺലൈൻ സംവിധാനം നടപ്പായതിനു ശേഷം ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് എഴുതി ചേർക്കാൻ പറ്റുമോ? അപ്പോൾ ഓൺലൈൻ സംവിധാനം വഴി നിലവിലുള്ള വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൽ മലങ്കര എന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ആ മലങ്കര എന്ന് ബാക്കിയുള്ളവർക്കെല്ലാം സർട്ടിഫിക്കറ്റും മേടിച്ച് എഴുതി വെച്ചിട്ട് ഇനി വേറെ പെന്തക്കോസ്താന്നും പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി കിട്ടുന്നത്. അപ്പം നിങ്ങൾ ഈ കാണിക്കുന്ന ഉടായിപ്പ് അത് ജനങ്ങൾ തിരിച്ചറിയണം. ഈ നേതൃത്വം കാണിക്കുന്ന അവരുടെ കഴിവുകേടും അവരുടെ ഈ കാര്യത്തോടുള്ള താല്പര്യമില്ലായ്മയും അവരെ പെന്തക്കോസ്തിൻ്റെ തൊഴുത്തിക്കൊണ്ട് കെട്ടാനുള്ള ഇവരുടെ വളഞ്ഞ ബുദ്ധിയും ഈ അഭ്യാസം ജനങ്ങൾ മനസ്സിലാക്കണം. അതാണ് നിങ്ങളെ അറിയിക്കേണ്ടതായിട്ടുള്ള പ്രധാന കാര്യം. അങ്ങനെ JB കോശി കമ്മീഷൻ്റെ എഴുതി കൊടുത്തത് കൊണ്ട് എന്ത് പറ്റി? ഇവൻ അതിലും ഇല്ല, ഈ പറഞ്ഞ ലിസ്റ്റിലും ഇല്ല. പെന്തക്കോസ്ത് ഉണ്ട്. കാരണം പെന്തക്കോസ്ത് ലിസ്റ്റിലായതുകൊണ്ട് മലങ്കര ക്രിസ്ത്യൻ ചർച്ച് ഏതിൽ വന്നു? പെന്തക്കോസ്തിൽ പെട്ടു. ആ പണിക്ക് പോയതാണ് ഈ തരികിടയ്ക്ക് മുഴുവൻ കാരണം. അതിന് ഇവന്മാർക്ക് സമയമുണ്ടായിരുന്നു. അത് ഓടിച്ചു കൂട്ടി ഉണ്ടാക്കിയെടുക്കുക ചെയ്തത് JB കോശി കമ്മീഷൻ്റെ ഔദാര്യത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് കിട്ടിയതെന്താ? യാഥാർത്ഥ്യം മറച്ചു വച്ചേച്ച് സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾക്ക് വലിയ കേമം പ്രമാണിച്ച് കൊണ്ട് നടന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ യാക്കോബായ സമുദായം വിട്ടുവെച്ച് ഇങ്ങോട്ട് ഇറങ്ങിയത്? യാക്കോബായ സമുദായത്തിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള നേരും നിറവും പോലും നിങ്ങൾക്ക് ഇന്നില്ലല്ലോ. സത്യസന്ധത നിങ്ങൾക്കില്ല. വായെടുത്ത നുണയെ പറയുള്ളൂ. യാതൊരു കാര്യങ്ങളും നിങ്ങൾക്ക് ഇതൊന്നും വിഷയമല്ല. നിങ്ങൾക്ക് അന്നുണ്ടായിരുന്ന എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഇന്ന് നിങ്ങൾക്ക് പറയാനുണ്ടോ? കൂടാതെ നിങ്ങൾ ആത്മാവിനെയും പ്രാപിച്ച് വലിയ ആളായി സ്നാനപ്പെടുകയും ചെയ്തു എന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്. നിങ്ങൾക്ക് എന്ത് ക്വാളിറ്റിയാണുള്ളത്? യാക്കോബായ സമുദായത്തിൽ നിന്ന് നിങ്ങൾ രാജിവെച്ച് പുതിയ പ്രസ്ഥാനത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് നിങ്ങൾക്കുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താ? ഭോഷ്കിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് ലഭിച്ചു. ഭോഷ്ക് പറയാൻ കർത്താവ് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ പിശാചെന്ന് പറയുന്നത് ഭോഷ്ക് പറയുന്നതും അവൻ്റെ അപ്പനുമാണ്. അപ്പം നിങ്ങൾ ഏത് അപ്പൻ്റെ മക്കളാണെന്ന് നിങ്ങൾ തന്നെ വിചാരിച്ചോളൂ. അതുപോലെ തന്നെ വളരെ ക്രിസ്റ്റൽ ക്ലിയറായി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. വെളിപ്പാട് പുസ്തകം 21:8 ഭോഷ്ക് പറയുന്നവരെ അവിടെ കാണിയല. ഭോഷ്കിൻ്റെ ആത്മാവുള്ളവർ അവിടെ കാണില്ല. നിങ്ങൾ പറയുന്ന പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ ഭോഷ്ക് ഈ പറയുന്ന കാര്യങ്ങൾ എഴുതി കൊടുത്തു? ഈ നുണ നിങ്ങൾ എന്തുകൊണ്ട് എഴുതി കൊടുത്തു? നിങ്ങൾ അതിന് മറുപടി പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട്
ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇതിനോട് ചേർന്ന് വരുന്നൊരു കാര്യമാണ്. അത് ഞാൻ ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഞാൻ സന്ദർഭോചിതമായി അങ്ങ് പറഞ്ഞു പോവുക. അടുത്ത ദിവസങ്ങളിലൊക്കെ ഈ IPC ഒരു പ്രധാനപ്പെട്ട നേതാവ് KC ജോൺ ഈ അച്ഛന്മാരെയൊക്കെ സ്നാനപ്പെടുത്തിയ അദ്ദേഹം ആഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിൽ ഒരു വിവാദത്തിൽ ചാടിയിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ 5 യാക്കോബായ അച്ഛന്മാരെ സ്നാനപ്പെടുത്തിയ കാര്യമൊക്കെ അയാൾ പരാമർശിക്കുന്നുണ്ട്. അവരോട് പോലും ഈ ആഭരണത്തിൻ്റെ കാര്യം പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി വലിയ ഡയലോഗ് ഇറക്കുന്നുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു അച്ഛൻ പെന്തക്കോസ്തിൻ്റെ ഉപദേശം പഠിക്കാൻ പോയോ? നിങ്ങളുടെയൊക്കെ ഉപദേശം KC ജോൺ മനസ്സിലാക്കുന്നതിന് മുമ്പേ മനസ്സിലാക്കി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ടതിന് ശേഷം അച്ഛന്മാരായവരാണ് ഇവരൊക്കെ. ആ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അല്ലാതെ അതിലും നിങ്ങൾ ചില നുണ പറഞ്ഞു. അദ്ദേഹം 5 അച്ഛന്മാരെ സ്നാനപ്പെടുത്തിയെന്ന്. 5 അച്ഛന്മാരെ സ്നാനപ്പെടുത്തിയിട്ടില്ല. 5 പേരൊന്ന് ഇറങ്ങിയെങ്കിലും അതിലുള്ള ഒരച്ഛൻ സ്നാനപ്പെട്ട ആളായിരുന്നു. സ്നാനപ്പെട്ട അച്ഛൻ അവിടെ അന്ന് അതിനകത്തുണ്ട്. റവറൻ ജോസ് തടത്തിൽ എന്ന് പറയുന്ന അദ്ദേഹം സ്നാനപ്പെട്ട അച്ഛനാണ്. അപ്പോൾ ഞാൻ അന്നൊരിക്കൽ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ സ്നാനപ്പെട്ട ഒരച്ഛനുണ്ടായിട്ട് നിങ്ങൾ ഈ പെന്തക്കോസ്തിൻ്റെ പുറകെ സ്നാനപ്പെടാൻ പോയത്? ഞാൻ അന്ന് ചോദിച്ചതാ. അന്ന് കിട്ടിയ മറുപടി ഒരു യുക്തിക്ക് നിരക്കുന്ന മറുപടി ആയിരുന്നില്ല. അദ്ദേഹം വളരെ ജൂനിയറാണ്. പറഞ്ഞ കാരണങ്ങളാണ്. അദ്ദേഹം പഠിച്ചത് ബാപ്റ്റിസ്റ്റ് കോളേജിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു ജൂനിയറിൻ്റെ യേശുക്രിസ്തു സ്നാനമേക്കാൻ യോർദാൻ നദിയിൽ ആരുടെ മുമ്പിലാണ് കുനിഞ്ഞു നിന്നത്? തൻ്റെ സൃഷ്ടിയായ യോഹന്നാൻ്റെ മുമ്പിൽ. ആ താഴ്മയും എളിമയും പഠിപ്പിക്കുന്ന സുവിശേഷം പറഞ്ഞയാൾ പഠിപ്പിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ ജൂനിയർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കാൻ നിങ്ങളുടെ ഈഗോ സമ്മതിക്കുന്നില്ല അല്ലേ? എന്നിട്ടാണ് നിങ്ങൾ വലിയ സുവിശേഷം പറഞ്ഞുകൊണ്ട് നടക്കണത്. എന്നിട്ടത് അദ്ദേഹം ബാപ്റ്റിസ്റ്റ് കോളേജിൽ പഠിച്ചതാണെന്നും അതുകൊണ്ടാണ് സ്നാനപ്പെടുത്താൻ ബുദ്ധിമുട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അഭ്യാസം അടവൊന്നും അല്ല നടത്തേണ്ടത്. കാര്യങ്ങൾ മനസ്സിലാക്കി സത്യസന്ധമായി കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യണം. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞത്, അന്ന് 5 പേരെ സ്നാനപ്പെടുത്തിയില്ല അദ്ദേഹം 4 പേരെ സ്നാനപ്പെടുത്തിയോളൂ. 5-ാമത്തെ അച്ഛൻ സ്നാനപ്പെട്ടതായിരുന്നു. മാത്രമല്ല അന്ന് ഈ പറയുന്ന മഹാൻ വിദേശങ്ങളിലൊക്കെ പോയി പ്രചരിപ്പിച്ച് അവരുടെ പ്രയത്നം കൊണ്ട് ഇവർ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടതാണെന്നുള്ള നിലയിലാണ് ഇതിന് പ്രചാരണം മുഴുവൻ നടന്നത്. വാസ്തവത്തിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഇവർ അച്ഛനാകാൻ പോകുന്നതിന് മുമ്പേ രക്ഷിക്കപ്പെട്ടവരാ, നന്നായി വചനം പഠിച്ചിട്ടുള്ളവരാണ്. അങ്ങനെ സ്നാനത്തിനായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു എന്നല്ലാതെ അദ്ദേഹമല്ല സ്നാനത്തിന് ഉപദേശിച്ചതും ഇവരെ ഈ കാര്യങ്ങളൊന്നും പഠിപ്പിച്ചതും. അദ്ദേഹത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു മണ്ണാങ്കട്ട ഇവിടെ ആരും മേടിച്ചിട്ടില്ല. ഒരു ഉപദേശവും അദ്ദേഹത്തിന് പഠിച്ചിട്ടില്ല. നിങ്ങൾ പ്രത്യേകിച്ചൊരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ ചോദിക്കട്ടെ, യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും ഒരേ വിശ്വാസമുള്ള സഭകളാണ്. അവരുടെ അധികാരത്തിൽ മാത്രമേ തർക്കമുള്ളൂ. ഒരേ ആരാധന, ഒരേ ഡ്രസ് കോഡ്, ഒരേ കാര്യങ്ങൾ അവർ ചൊല്ലുന്നു. എന്നിട്ടും അവർ പറയുമോ നിങ്ങളാണ് ഞാൻ, അല്ലെങ്കിൽ ഓർത്തഡോക്സുകാരനാണ് യാക്കോബക്കാരനെന്ന് അവർ എഴുതിയിടുമോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടാണ് എഴുതിയിടാത്ത? ഇത്രയും കാര്യത്തിൽ വളരെ സാമ്യമുള്ള, വെറും അധികാര തർക്കം മാത്രമുള്ള ഈ 2 സഭകൾ പോലും അവരുടെ ഐഡന്റിറ്റി അവരുടേതായി നിലനിർത്തുന്നു. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന മലങ്കര ക്രിസ്ത്യൻ ചർച്ച് എന്ത് ഉദ്ദേശത്തിനാണോ രൂപീകൃതമായത് ആ ഉദ്ദേശത്തിൽ നിലനിൽക്കാതെ ഇപ്പം ഈ കണ്ട പെന്തക്കോസ്തിൻ്റെയൊക്കെ തൊഴുത്തിൽ പോയി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാക്കിയത് ഇതിൻ്റെ നേതൃത്വമാണ്. ഈ കാര്യത്തിൽ എൻ്റെ പിതാവിന് യാതൊരു വിധമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുമില്ല. കാരണം ഇതെല്ലാം ചെയ്തത് അതിന് ശേഷമാണ്. പിതാവ് കിടപ്പിലായതിനു ശേഷവും അദ്ദേഹം 2021 അദ്ദേഹം അവിടുന്ന് മാറി. അപ്പോൾ അതിന് ശേഷമാണ് ഈ പരിപാടികൾ മുഴുവൻ ആസൂത്രണം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിന് വളരെ വ്യക്തമായ മറുപടി നൽകണം. വിശ്വാസികളായ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് റിലീജിയൻ ക്രിസ്ത്യനും കാസ്റ്റ് മലങ്കര എന്നുമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇനി അല്ലാത്ത വേറെ കാര്യങ്ങൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ SSLC ബുക്കിൽ ഒരു രീതിയിലും അല്ലാത്തത് വേറെ രീതിയിലും വരും. അപ്പോൾ അതുകൊണ്ട് ഈ തട്ടിപ്പും ഈ വഞ്ചനയും നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങുക. യാഥാർത്ഥ്യത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി. ഇവരൊക്കെ പ്രാപിച്ച ആത്മാവിന് സത്യബോധം എന്ന് പറയുന്നൊരു ബോധമുണ്ടായിരുന്നെങ്കിൽ ഇത്തരം കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും ചിന്തിക്കുക.
ശരിയായ തീരുമാനമെടുക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ക്ലോസ് ചെയ്യുന്നു.